ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ എങ്ങനെ ഫേസിൻ്റെ പിമ്പിൾസ് നമുക്ക് റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അത് എക്സ്ട്രാ വേറെ പ്ലഗിൻസ് ഒന്നും ഞാനിതിൽ ഉൾപ്പെടുന്നില്ല. ഡിഫോൾട്ടായിട്ട് എങ്ങനെയാണ് മാനുവലി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇൻപുട്ട്, ഞാനിപ്പോൾ ഇമേജ് സീക്വൻസാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇൻപുട്ട് കാണാം. ഇത് ഇങ്ങനത്തെ ഉള്ള സ്റ്റോക്ക് ഫുട്ടേജ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി സ്റ്റോക്ക് ഫുട്ടേജ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ VFX എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ഫുട്ടേജസ് ഒത്തിരി കിട്ടും. ജസ്റ്റ് നോക്കിയാൽ അറിയാം. നിങ്ങൾ സൈനപ്പ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ഇൻപുട്ട് ജസ്റ്റ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അത് നമ്മൾ നേരെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ, ഇത് ഞാൻ ബേസിക് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നവർ, ഈ ആഫ്റ്റർ എഫക്ട്സ് അറിയാവുന്നവർ ഇത് നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കോമ്പോസിറ്റ് ആക്കാൻ പോവാണ്. കോമ്പോസിഷനിലേക്ക് ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഫുട്ടേജ്. ഇതിൽ നോക്കിയേ, പിമ്പിൾസൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഉള്ള ചില ഷോട്ട്സുകൾ നമുക്കിപ്പോൾ കൂടുതലും ഫേസിൽ ടച്ചപ്പ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ചെറിയ മെത്തേഡാണ്, അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. വലിയ ഇത് വരുമ്പോൾ നമ്മൾ ഒരുപാട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പിമ്പിൾ, അതുപോലെ ഇങ്ങനത്തെ ഉള്ള പിമ്പിൾസ്, ഡോട്ട്സ്, ഡാർക്ക് ഡോട്ട്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ മോക്ക സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. അതിനായിട്ട് ഫുട്ടേജ് ക്ലിക്ക് ചെയ്യുക, അനിമേഷൻ, ട്രാക്ക് ബോറിസ് എഫക്ട്സ് മോക്ക. ഇതിൻ്റെ അകത്തുള്ള ഡിഫോൾട്ട് മോക്ക എന്ന് പറയുന്നൊരു പ്ലഗിനാണ്. അപ്പോൾ മോക്ക ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇൻ്റർഫേസ് കാണിക്കും. ഓക്കെ, നമ്മുടെ ഫുട്ടേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് സൂം ഔട്ട് ചെയ്യാനായിട്ട്, ഇത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ മോക്ക ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ജസ്റ്റ് സൂം ചെയ്യാൻ ++- ഇതാണ് സൂം ചെയ്യാനുള്ള ഇത്. പിന്നെ സ്ക്രോൾ ബട്ടൺ, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ടൈം ലൈൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയാണോ ട്രാക്ക് വേണ്ടത് അവിടെ നമ്മൾ ഈ ഒരു സ്പ്ലൈൻ ലെയർ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഇത്രയും ഭാഗം വരച്ച് എടുക്കുക. ഓക്കെ, വരച്ചെടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക്, പാരാമീറ്റേഴ്സ് എടുത്തിട്ട് നമുക്കിവിടെ കുറേ വാല്യൂസ് ഇതുണ്ടാവും. ഇതിൽ നമുക്ക് ട്രാൻസിഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്, സ്കെയിൽ എനേബിൾ ചെയ്തിട്ടുണ്ട്, റൊട്ടേഷൻ, ഷിയർ. ഇതെല്ലാം ഓൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു സ്കെയിലും റൊട്ടേഷനൊക്കെ വർക്കാവൂ. ഇപ്പം നമുക്ക് ആകെ ഈ 3 പ്രോപ്പർട്ടി മാത്രം എനേബിൾ ചെയ്താൽ മതിയാവും. ട്രാൻസ്ലേഷൻ, സ്കെയിൽ, റൊട്ടേഷൻ. നമുക്കതിൻ്റെ ആവശ്യമുള്ള കാര്യം, ഈ ഫുട്ടേജ് സ്കെയിൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ആ ഒരു പോർഷൻ റൊട്ടേഷൻ ആവുന്നുണ്ട്. നമ്മൾ എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടു, ട്രാക്കാണ്. നമ്മൾ ഇവിടെ ചെയ്യരുത്, ഇത് ജസ്റ്റ് പ്ലേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രെയിം വന്നതിന് ശേഷം ട്രാക്ക് ബട്ടൺ ഫോർവേഡ് അടിക്കുക. അതിപ്പോൾ ട്രാക്കായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക, Ctrl+S അല്ലെങ്കിൽ സേവ് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക്, ന്യൂ, ഒരു ചെറിയൊരു നൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ടാണ് ആ ട്രാക്കിൻ്റെ അനിമേഷൻ, അതുപോലെ പാത്ത് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ നള്ള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫുട്ടേജ് എടുക്കുക, മോക്കയിൽ ട്രാക്കിംഗ് ഡാറ്റ, എക്സ്പോർട്ട് ഓപ്ഷൻ, കോർണർ പിൻ. നമുക്ക് കോർണർ പിൻ്റെ ആവശ്യമില്ല, നമുക്ക് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സ്കെയിൽ ഉണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ എനേബിൾ ചെയ്തെല്ലാം അതിൽ കിട്ടും.
ലെയർ എക്സ്പോർട്ട് ടു അത് നമ്മൾ നള്ളിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഇതിലാണോ നമുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഡിഫോൾട്ട് നണ്ണാണെങ്കിൽ ഈ ഫുട്ടേജിൽ കിടക്കും ഈ ട്രാക്കർ. കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യണം നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെയർ എക്സ്പോർട്ട് ടു നള്ള് അപ്ലൈ ടു എക്സ്പോർട്ട്. ഓക്കെ, ഇനി നള്ള് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ പറ്റും കേട്ടോ, ആ പാത്ത് അവിടെ വന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോക്ക് ഫുട്ടേജോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാരൻ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനൊരു സോളിഡ് ലെയർ ഇടാം. സോളിഡ് ലെയർ ഇട്ടിട്ട് നമുക്ക് ഇതിലോട്ട് പാരൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലത്തെ പാരൻ്റ് ഓപ്ഷനിൽ വന്നിട്ട് നള്ളിലോട്ട് കണക്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മൾട്ടിപ്പിൾ എന്തെങ്കിലും ബ്ലഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് പാരൻ്റ് ചെയ്യാം. അതാണ് നള്ള് ഇവിടെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഗുണം. ജസ്റ്റ് നോക്കിയേക്കണ്ടോ. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിമ്പിൾസ് മാറ്റണം. അതിന് ഒരു ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്യുക, വൈറ്റ് ആക്കുക. ഓക്കെ, സോളിഡ് ജസ്റ്റ് ഒന്ന് ഓഫാക്കുന്നുണ്ട്. ഈ നള്ളിൻ്റെ ഇതൊന്ന് നമുക്കൊന്ന് ഓഫാക്കാം. ഓക്കെ, ഇനി നമുക്കിതൊരു മാസ്ക് ചെയ്യണം. ഫസ്റ്റ് നമുക്കൊരു റൗണ്ട് ഷേപ്പ് എടുക്കുക. എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ഒന്ന് റോട്ടോട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ആനിമേഷൻ ഇട്ട് വയ്ക്കുക. കാരണം അതൊന്ന് ജസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നീങ്ങിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ജസ്റ്റ് പാരൻ്റ് ചെയ്യണം. പാരൻ്റ് നള്ളിലേക്ക് പാരൻ്റ് ചെയ്തതിന് ശേഷം നീക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ റോട്ടയൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ. ഓക്കെ, നമ്മൾ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മെയിൻ ഇൻപുട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ജസ്റ്റ് ഇതിൻ്റെ താഴോട്ട് ആക്കുക. അതിനുശേഷം മാറ്റ് ലെയർ അത് നമ്മൾ ഇൻവെർട്ട് കൊടുക്കണം. അതായത് ഈ മാറ്റിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫുട്ടേജ് ഇൻസേർട്ട് ചെയ്യണം. അതിനാണ് ചെയ്യേണ്ടത്. അതാണ് പ്രോസസ്സ്. നമ്മൾ ഫോട്ടോഷോപ്പിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ചെറിയൊരു ഷേപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇമേജ് പ്ലേസ് ചെയ്യാനായിട്ട് എന്തോ കൺട്രോൾ ആൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് വൈറ്റ് ആക്കി കൊടുക്കുക. വന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും അടിയിലത്തെ ലെയർ ഒന്ന് ഓഫ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, സംഭവം വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ടേജിനെ നമ്മളൊന്ന് നീക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്ന് ആ ഒരു പാറ്റേണിലേക്ക് ആക്കി കൊടുത്ത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് സെറ്റാണ് ചെയ്യുന്നത്. അതായത് നമ്മളിത് ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ ആ ഫുട്ടേജിനെ, അതായത് ഇതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊടുക്കണതാണ്. മാസ്ക് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു ഇത് ഉപയോഗിച്ച് നമുക്ക് എല്ലാം ആക്കി, അതായത് ട്രാക്കർ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെയുള്ള ട്രാക്കർ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അത് റിമൂവ് ആയിട്ടുണ്ട്. നമ്മൾ നീക്കി നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിൽ നീക്കാം. അതിപ്പോൾ ഏത് പൊസിഷനിൽ വേണമെങ്കിൽ നീക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഈ ഒരു ഇതിൻ്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്തിട്ട് വേണം നീക്കാൻ. അതിനുശേഷം ഈ ലെയറോട്ട് വന്നിട്ട് പ്രസ് ചെയ്താൽ മതി. നമുക്ക് മാസ്കിൻ്റെ പ്രോപ്പർട്ടി വരും. പ്രോപ്പർട്ടിയിൽ ഫെദർ എന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഒരു റൗണ്ടിലൊരു ഷാർപ്പായിട്ടുള്ള എഡ്ജസ് വരും. അത് നമുക്കൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൊടുത്താൽ മതി, ഒരുപാട് കൊടുത്താൽ അത് വിസിബിളായി വരും. കുറച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ അത് കാണുന്നില്ല. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയേ, അതിപ്പോൾ മാറി കിട്ടിയില്ലേ. ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നമുക്ക് മൂന്നും അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരുന്നോട്ടെ. നമുക്ക് നെയിം വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് വെറുതെ ഒരു നമ്പർ 1 കൊടുക്കുകയാണ് അറിയാൻ വേണ്ടി. നമുക്കിനി അടുത്തത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വീണ്ടും റൈറ്റ് ക്ലിക്ക്, ന്യൂ സോളിഡ് ലെയർ. ഓക്കെ, പിന്നെ സോളിഡ് ലെയർ നമ്മൾ പറഞ്ഞ പോലെ ഇത് നമ്മൾ നേരെ നള്ളിലോട്ട് പാരൻ്റ് ചെയ്തു. ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. മാറ്റ് നമ്മൾ സോളിഡ് 3 ആക്കി. ഓക്കെ,
സോളിഡ് ലെയർ നമ്മൾ മാസ്ക് ചെയ്യണം. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഈ ഒരു സോളിഡ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, സെയിം പരിപാടി തന്നെ ക്ലിക്ക് ചെയ്തു. നോക്കി മാസ്കായി. അത് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നീക്കി വെച്ചാലും മതി. കറക്റ്റ് പ്രോപ്പറായിരിക്കണം. അതിനുശേഷം ഇതിൻ്റെ മാസ്ക് ജസ്റ്റ് ഒന്ന് കൂട്ടാം ലൈറ്റായിട്ട്. അപ്പം നോക്കി, അപ്പോൾ ആ രണ്ട് പിമ്പിൾസ് അതുപോലെ ഡാർക്ക് നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ നോക്കി ഒറിജിനൽ ഓക്കെ. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇങ്ങനത്തെ ഉള്ള ട്രാക്കർ പോയിൻ്റ് റിമൂവോ അതുപോലെ എന്തെങ്കിലും സ്റ്റേബിളായുള്ള ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാൻ സാധിക്കും ഈ മെത്തേഡ് ഉപയോഗിച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ പുതിയ കുറച്ച് കാര്യങ്ങളായിട്ട് വരാം. ഓക്കെ.